ആഷ്ക ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള ആ സിനിമ, അതായത് സുരേഷ് ഗോപിയുടെ ഏറ്റവും പുതിയ ചിത്രമാണ്. ഒരുപാട് കാലത്തിന് ശേഷം ചിന്താമണി കൊലക്കേസിനാണ്, അതിനുശേഷമാണെന്ന് സുരേഷ് ഗോപി ഒരു അഡ്വക്കേറ്റായിട്ട് ചിത്രത്തിൽ അഭിനയിക്കുന്നു, പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു. ഈ സിനിമ നമുക്ക് ഈ ഒരു സമയം വരെ, അതായത് റിലീസ് അടുക്കുന്നവരെ, റിലീസിന് ഏകദേശം ഒരു മാസം വരെ പോലും വിവാദങ്ങളിലൊന്നും എത്തിയില്ലായിരുന്നു. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾ, ഏതാണ്ട് ഒരാഴ്ചയോളം മാത്രമേ ആയിട്ടുള്ളൂ ഈ ഒരു വിവാദം വരുന്നതും ഇത് ഇത്രയേറെ സജീവ ചർച്ചകളിലേക്ക് എത്തുന്നത്. ആദ്യം തന്നെ പറഞ്ഞിരുന്നത്, ഒരുപാട് പേര് പറഞ്ഞത് പ്രൊമോഷന്റെ ഭാഗമായിട്ടാണ് എന്നതൊക്കെയായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷെ അങ്ങനെയൊന്നുമല്ല, കാര്യം കൈവിട്ട തരത്തിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഇവിടെ ഒന്ന് മനസ്സിലാക്കേണ്ടത്, കേന്ദ്രമന്ത്രിയെ സുരേഷ് ഗോപിക്ക് പോലും ഇതിനകത്ത് ഇടപെടാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു പൂട്ടാണ് സെൻസർ ബോർഡ് ഇവിടെ നടത്തിയിരിക്കുന്നത്. അതായത് ഇതിലെ പേര്, ജാനകി എന്ന പേര് ആണ് അവർക്ക് പ്രശ്നമായിട്ട് മാറിയിരിക്കുന്നത്. ഇത് സെൻസർ ബോർഡിന്റെ പല തീരുമാനങ്ങളും ഇതിനു മുൻപും വലിയ രീതിയിൽ ചർച്ചകളായിട്ടുണ്ട്. അവിടെ ഇരിക്കുന്ന ആളുകളുടെ യോഗ്യത എന്ത് എന്ന് പോലും സംശയം തോന്നിക്കുന്ന രീതിയിൽ ഉള്ള പ്രവർത്തനമാണ്, അല്ലെങ്കിൽ ഇതേ രീതികളാണ് നടക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതെല്ലാം കൃത്യമായിട്ട് അറിയാം, സുരേഷ് ഗോപിക്ക് ഇതൊക്കെ അറിയാം, ഈ പേരൊക്കെ അപ്പോഴൊന്നും ഇല്ലാത്ത ഒരു പ്രത്യേകതരം, അതായത് ഒരു ദൈവത്തിൻ്റെ പേരാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് പറയുന്നു. അതുപോലെ തന്നെ ആ പേര് ഉപയോഗിക്കുന്നതിൽ എന്താണ് തെറ്റ് എന്ന് ഹൈക്കോടതി വരെ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ പറയുന്ന ന്യായീകരണങ്ങൾ, നേരത്തെ ഉള്ള ന്യായീകരണങ്ങൾ തന്നെയാണ് ഈ പേരുകാരി, അതിനകത്തുള്ള സിനിമ അഭിനയിപ്പിക്കുന്ന കഥാപാത്രം ബലാത്സംഗത്തിന് ഇരയാകുന്നു, അത് വലിയ രീതിയിലുള്ള കമ്മ്യൂണൽ വയലൻസ് ഉണ്ടാക്കുമെന്നൊക്കെയാണ് പറയുന്നത്. അവിടെ നമ്മൾ എടുത്ത് പറയേണ്ട ഒരു കാര്യം, ഈ സിനിമയെ ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങളും നേരത്തെ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു വർഷത്തോളം ഈ ഒരു സിനിമയുടെ അണിയറ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്തും ഈ പേരുണ്ടായിരുന്നു. അതിനുശേഷം ഈ സിനിമയുടെ ട്രെയിലറും ടീസറും എല്ലാം തന്നെ ഏകദേശം ഒരു മാസത്തിലേറെയായിട്ട് അത് തിയേറ്ററുകളിൽ ഓടുന്നുണ്ട്. അപ്പോഴൊന്നും ഇല്ലാത്തൊരു വിഷയം ഇപ്പോൾ സെൻസർ ബോർഡിന്റെ പേരിൽ നിന്നുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും സിനിമ എന്ന നമുക്കറിയാം, സിനിമയെ എല്ലാവരും സ്നേഹിക്കുന്നവരാണ് നമ്മൾ. കമ്മ്യൂണൽ വയലൻസ് കാര്യങ്ങളൊക്കെ ശരിയാണ്, പക്ഷേ ഇത് കുറച്ച് അതിര് കടന്നു പോയെന്നുള്ളൊരു സംശയം കൂടിയുണ്ട്. ഇങ്ങനത്തെ ഈ ബാലിശമായ നടപടികൾ സെൻസർ ബോർഡിന്റെ ഭാഗത്തുനിന്ന് വരുമ്പോൾ സ്വാഭാവികമായിട്ടും സിനിമ ഇനി എങ്ങനെയായിരിക്കും നമ്മൾ കാണേണ്ടത്, അല്ലെങ്കിൽ ഒരു പേരും കൊടുക്കാത്ത രീതിയിൽ വലിയ രീതിയിലുള്ളൊരു കീറിമുറിക്കലുകൾ സിനിമയിൽ ഉണ്ടാകുമെന്ന് നൽകുന്ന ഒരു സന്ദേശം കൂടിയാണ് ഇവിടെ ഉണ്ടാകുന്നതെന്ന് തോന്നുന്നുണ്ട്. ഇവിടെ സിനിമയെ നശിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു തീരുമാനങ്ങളാണ് ഇപ്പോൾ സെൻസർ ബോർഡിൻ്റെ ഭാഗത്തു നിന്ന് വരുന്നത്. ഇത് സിനിമ റിലീസിനോട് അടുക്കുമ്പോൾ ഇത്തരം വിവാദങ്ങൾ ഉണ്ടാക്കി ആ സിനിമയുടെ റിലീസ് വരെ തടഞ്ഞു വെക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ റിലീസ് വരെ നിർത്തേണ്ട ഒരവസ്ഥയിലേക്ക് ഈ സിനിമയെ കൊണ്ടെത്തിച്ചിരിക്കുകയാണ്. ഇതിലിപ്പോൾ അതിൻ്റെ അണിയറ പ്രവർത്തകർ പറയുന്നുണ്ട്, കൃത്യസമയത്ത് ഈ സിനിമ ഇറങ്ങിയിട്ടില്ല എങ്കിൽ വലിയ സാമ്പത്തിക നഷ്ടത്തിന് അത് കാരണമാകുമെന്ന്. ഇങ്ങനെയുള്ള ഓരോ തീരുമാനങ്ങൾ വരുമ്പോൾ ഇത് ഒട്ടും ഈ ജാനകി എന്ന പേര് ഒരു പേരായിട്ട് കണ്ടാൽ മതിയില്ലേ, അതിൻ്റെ പിന്നിലുള്ള അർത്ഥം ചകഞ്ഞ് ഇത്തരം ഒരു പ്രശ്നത്തിലേക്ക് പോകേണ്ട കാര്യം എന്താണ്? ഇന്ന് കോടതി വ്യക്തമായി ചോദിച്ചത് തന്നെയാണ്, ജാനകി എന്ന പേര് വെക്കുന്നത് കൊണ്ട് എന്താണ് കുഴപ്പം? കോടതി വ്യക്തമായിട്ട് ചോദിക്കുന്നുണ്ട്, ഈ ജാനകി എന്ന പേരിനോട് മതം കലർത്തുന്നത് എന്തിനാണ്? മുൻപും ഒരു പ്രത്യേക മതവിഭാഗത്തിൻ്റെ പേരാക്കി കണക്ക് കൂട്ടുന്നത് എന്തിനാണെന്നുള്ള നിരീക്ഷണങ്ങളാണ് ഇന്ന് കോടതി നടത്തിയിട്ടുള്ളത്. ഈ കോടതി ചോദിക്കുന്നത് തന്നെയാണ് ഇവിടെ പറയാനുള്ളത്, എന്ത് പ്രശ്നമാണ് ഒരു ജാനകി എന്ന പേര് വെക്കുന്നത് കൊണ്ട്, ഇത്തരം ഒരു പേര് വെക്കുന്നത് കൊണ്ട് എന്തൊരു ബുദ്ധിമുട്ടാണ് ഈ സമൂഹത്തിന് ഉണ്ടാവുന്നത് എന്നാണ്. അതൊരു പേരായി കണ്ട്, ഒരു വ്യക്തിയായി കണ്ടാൽ പോരെ, അതിന് പിന്നിലുള്ള അർത്ഥം കണ്ടുപിടിച്ച് അതിൻ്റെ പിന്നാമ്പുറം ചകയാൻ പോകുന്നത് ശരിക്കും ഈ സിനിമാ മേഖലയെ തന്നെ നശിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ഫെഫ്കയൊക്കെ ഇതിൽ ഇടപെട്ടിട്ടുണ്ട്. ഫെഫ്ക പറഞ്ഞിട്ടുള്ളത്, ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ മലയാള സിനിമ വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ സിനിമയെ കൂടുതൽ അപകടത്തിലേക്ക് തള്ളിവിടും. അതുകൊണ്ട് തന്നെ ഈ വരുന്ന തിങ്കളാഴ്ച ഫെഫ്കയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇന്ന് ഫേസ്ബുക്ക് പോസ്റ്റ് അവരിട്ടിട്ടുണ്ട്. തിങ്കളാഴ്ച സെൻസർ ബോർഡിൻ്റെ തിരുവനന്തപുരത്തെ ഓഫീസിന് മുന്നിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം രേഖപ്പെടുത്താൻ എല്ലാവരും വരണം എന്ന രീതിയിൽ. കാരണം സിനിമയെ നശിപ്പിക്കുന്ന കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് അനുവദിച്ചു കൊടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും റിലീസ് ഡേറ്റ് നീണ്ടു പോയാൽ അത് പ്രൊഡ്യൂസർക്ക് വലിയ നഷ്ടത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കും. ഇപ്പോൾ ഈ JSK എന്ന പേര്, അത് പേരിൽ തന്നെ ചില വ്യക്തമായിട്ട് എടുത്ത് പരിശോധിക്കുമ്പോൾ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്നത് അതിൻ്റെ എക്സ്ട്രാക്ട് ചെയ്ത വെർഷനാണ്. പക്ഷേ പേര് വരുന്നത് JSK എന്നാണ്. എന്നിട്ട് അതിൽ ജാനകി എന്ന പേര് കണ്ടുപിടിച്ച്, ആ പേരിൻ്റെ അർത്ഥം കണ്ടുപിടിച്ച്, അതിന് പിന്നാമ്പുറത്തെ ചരിത്രം കണ്ടുപിടിച്ച് ഈ സിനിമ തടഞ്ഞു വെക്കുക എന്ന് പറയുമ്പോൾ സെൻസർ ബോർഡിൽ ഇരിക്കുന്നവരൊക്കെ, എനിക്ക് മനസ്സിലാവുന്നില്ല അത് എന്തിനാണ് ഇത്തരത്തിലുള്ള. നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം ഇത് തന്നെയാണ് ആശിക പറയുന്നത് തന്നെ. എവിടെയാണ് നമുക്ക് പറയേണ്ടത്? ഇപ്പോൾ എമ്പുരാൻ പോലുള്ള വിഷയം വരുമ്പോഴത്തേക്ക് നമുക്ക് ചർച്ച വയ്ക്കാനുള്ള ഒരു വിഷയമായിട്ടെങ്കിലും പറയാം. അതായത് ഇങ്ങനെ വിഷ്വലുകൾ ഉണ്ടല്ലോ, അപ്പോൾ അതൊരു ചർച്ചയ്ക്ക് വരും. പക്ഷേ ഇതൊരു ചർച്ചയ്ക്ക് പോലും വയ്ക്കേണ്ട ഒരു വിഷയമല്ല.
ഇത് കേസുകളിലേക്ക് പോകും. കാരണം ഇവിടെയാണ് കേന്ദ്ര സർക്കാരിൻ്റെ അടക്കം ക്രെഡിബിലിറ്റി അത് ബാധിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് കേന്ദ്ര സർക്കാർ ഇത്തരത്തിൽ ഇപ്പോൾ ക്രെഡിബിളായ പല കാര്യങ്ങൾ ചെയ്യുമ്പോൾ പോലും ഇത്തരത്തിലുള്ള സെൻസർ ബോർഡിനകത്തുള്ള കുറേ മണ്ടന്മാരെന്ന് തന്നെ പറയാം. അതായത് അവിടെയും എന്തെല്ലാം രീതിയിൽ അതായത് സർവാധികാരം കിട്ടിയ പോലെയാണ് ഇതിനകത്ത്. ഒന്ന് ആലോചിച്ച് നോക്കുക, ഹൈക്കോടതിക്ക് വരെ ഇതിനകത്ത് ഇടപെട്ടിട്ട് പോലും അവർക്കൊരു കൂസലുമില്ലാതെ ഇങ്ങനെ രീതിയിൽ പോകുമ്പോഴത്തേക്കും ഇവിടുത്തെ രാജ്യത്തെ അല്ലെങ്കിൽ കേന്ദ്രം ഭരിക്കുന്നവരെ പോലും നമ്മൾ സംശയത്തിൻ്റെ നിഴലിലേക്ക് കൊണ്ടുവരേണ്ടി വരും. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നൊക്കെ പറയുന്നത് വെറും ഇതായിരുന്നു. നമുക്ക് സിനിമകൾ നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിട്ടാണ്. ജാനകി എന്നുള്ള പേരുള്ള സിനിമയും ജാനകി എന്ന കഥാപാത്രവും അതിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ഹൈന്ദവ നിയമമോ അല്ലെങ്കിൽ ക്രിസ്തീയ നിയമം, മുസ്ലിം നാമധേയതകളുള്ള ആൾക്കാരുകൾ തന്നെ സിനിമയിൽ വില്ലന്മാരായി അതിക്രൂരമായ കൊലപാതകം നടത്തുന്ന സീനുകൾ വരെ ഉണ്ടായിട്ടുണ്ട്. അപ്പോഴൊന്നും ഇല്ല, അപ്പോഴൊന്നും ആളുകൾ ഈ ഒരു കമ്മ്യൂണൽ വയലൻസിന് ഇറങ്ങി തിരിച്ചിട്ടില്ല. അപ്പോൾ ഈ ഒരു സമയത്ത് കൊണ്ടുവരുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും അത് കേന്ദ്രമായിട്ട് കണക്ട് ചെയ്യുന്നുള്ള ഉറപ്പായ കാര്യമാണ്. ഇവിടെയാണ് കൃത്യമായി കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ അവരെ അവിടെ നിലയ്ക്ക് നിർത്തണം. ഈ സെൻസർ ബോർഡിലുള്ള നിലക്ക് നിർത്തേണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ അത് അവരുടെ തന്നെ ക്രെഡിബിലിറ്റിയെ ബാധിക്കും. നമ്മൾ ഇങ്ങനെയൊക്കെ ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്കിനി നമുക്ക് ജനിക്കുന്ന കുഞ്ഞിന് പോലും ഇനി പേരിടാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തും. അതുകൊണ്ട് തന്നെയാണ് ഈ സിനിമ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരളയുടെ മാത്രം വിഷയമായിട്ടല്ല ഇവിടെ നമ്മുടെ ഈ FFK അടക്കം അമ്മ അടക്കമുള്ള സംഘടനകൾ, അതുപോലെ തന്നെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ എല്ലാം കൂടെ സംയുക്തമായിട്ട് ചേർന്നൊരു പ്രതിഷേധം ഉന്നയിക്കാൻ അത് ഇതിനകത്ത് പൊതുജനങ്ങളും ഇറങ്ങണമെന്നാണ് പറയുന്നത്. കാരണം സിനിമയെ ആസ്വദിക്കുന്നവർ, സിനിമ കാണുന്നവരാണ്, നമ്മളൊക്കെ സിനിമ കാണുന്നവരാണ്, എല്ലാവരും ഇടപെടേണ്ട ഒരു കാര്യമാണ്. ഇവിടെ നമ്മൾ രാഷ്ട്രീയം മാറ്റി വയ്ക്കുക. ഇവിടെ നമുക്ക് വേണ്ടത്, ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിനകത്ത് ഈ ഒരു പേര് കൊണ്ട് പൊള്ളുന്നൊരു വിഷയമാണെങ്കിൽ എനിക്ക് തോന്നുന്നില്ല നമ്മുടെ ഈ ഒരു സാംസ്കാരിക കേരളം തന്നെ നേരത്തെ പറയുന്ന പോലെ തന്നെ ഈ സിനിമാ ഫീൽഡ് തന്നെ ഇല്ലാതാകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തും. നമ്മൾ പേര് വരെ ഇപ്പോൾ ഒന്ന് ചോദിക്കുക, പേരിൽ വരെ അതിനകത്തൊരു ഇത് കലർത്തുന്നുണ്ടെങ്കിൽ അത് അത്യന്തം നമ്മൾ വിഷമകരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഇവിടെ നോക്കൂ ശരത്ത്, ഈ സിനിമയുടെ മുഖ്യ കഥാപാത്രമായി എത്തുന്നത് കേന്ദ്രമന്ത്രിയാണ് എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റാണ്. ഈ കേന്ദ്രമന്ത്രി അഭിനയിക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭാഗമായി വരുന്ന ഒരു പ്രൊജക്റ്റിന് ജാനകി എന്ന പേരിൻ്റെ ഒരു കാര്യത്തിൽ ഇത്രയും ജാതീയത കലർത്തുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതൊരു ദൈവത്തിൻ്റെ പേരാണെന്ന് പറഞ്ഞ് ആ ഒരു വിഭാഗക്കാരെ തൊട്ട് കഴിഞ്ഞാൽ പൊള്ളും എന്ന രീതിയിലേക്ക് ഇത് മാറ്റുന്നുണ്ടെങ്കിൽ ഇത് സമൂഹത്തിൽ വലിയ ഇമ്പാക്റ്റാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഭാവിയിൽ സിനിമ വരുമ്പോൾ ആ സിനിമയ്ക്ക് ഓരോ പേരുകൾ ഇടുമ്പോൾ, അല്ലെങ്കിൽ സിനിമയിലെ അഭിനേതാക്കൾ ഓരോ ക്യാരക്ടറായിട്ട് വരുമ്പോൾ ആ ക്യാരക്ടേഴ്സിൻ്റെ പേര് നിർദ്ദേശിക്കുമ്പോൾ അല്ലെങ്കിൽ പേര് തീരുമാനിക്കുമ്പോഴൊക്കെ ഇവരിനി ചിന്തിച്ചു പോവുകയാണ്, ഇനി ഒരു പേരിട്ടാൽ അതൊരു വിവാദമാവുമോ, ഒരു പ്രശ്നമാവുമോ എന്ന രീതിയിലേക്ക് അതിനെ മാറ്റിയെടുക്കാൻ ഇതിൻ്റെ പിന്നിലുള്ള ആളുകൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അത് സമൂഹത്തിൽ വലിയ ഇമ്പാക്റ്റാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. സിനിമ എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും അത് ഒരു സമൂഹത്തെ സ്വാധീനിക്കുന്നത് എങ്ങനെയാണെന്ന്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം വിഷയങ്ങൾ, അതായത് ഈ വർഗീയത കലർന്ന സിനിമകളൊക്കെ വരുമ്പോൾ സെൻസർ ബോർഡ് കൃത്യമായി അത് കട്ട് ചെയ്ത് കളയാൻ പറയുന്നത്. കാരണം അതൊരു പ്രശ്നമാവാതെ, സമൂഹത്തിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാതെ, സമൂഹത്തിന് ദോഷമായി ഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സെൻസർ ബോർഡുകളെല്ലാം സ്ഥാപിച്ചിട്ടുള്ളത്. ഈ സെൻസർ ബോർഡിൻ്റെ ഒരു തെറ്റായ തീരുമാനം സമൂഹത്തിൽ ഒരു തെറ്റായ ഒരു സന്ദേശം പരത്തുക എന്ന് പറയുന്നത് അത് വളരെ അപകടം പിടിച്ച ഒരു കാര്യമാണ്. അതെ, ഇനിയിപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്ന് സിനിമ റിലീസ് ചെയ്യേണ്ട ഒരു ഇതായിരുന്നു. ഇന്ന് പ്രൊഡ്യൂസർമാരുടെ അവസ്ഥ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതിനകത്ത് നമ്മൾ പുറമേ നിന്ന് നോക്കുമ്പോഴത്തേക്ക് നമുക്കിതൊന്നും ഒരു വാർത്തയായിട്ട് കാണാം. പക്ഷേ ഒന്ന് മനസ്സിലാക്കേണ്ട ഒരു സിനിമ ഇൻഡസ്ട്രീസ്, ആ സിനിമയായിട്ട് ബന്ധപ്പെട്ട് അതിൽ വർക്ക് ചെയ്ത ടെക്നീഷ്യൻസ് എല്ലാവരും ഒന്ന് മനസ്സിലാക്കുക. അവരടക്കം ചെയ്ത ഒരുപാട് കാലത്തെ പ്രയത്നം ഇന്നൊരു ദിവസത്തെ സ്വപ്ന ദിനമായിരുന്നു അവരെ സംബന്ധിച്ചിടത്തോളം. ഇന്ന് സിനിമ റിലീസ് ചെയ്യാൻ പറ്റില്ല. കേവലം ഒരു പേരിൻ്റെ വിവാദം കൊണ്ട് മാത്രം സിനിമ റിലീസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി. ഇത് തന്നെ ഏറ്റവും പേടിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അതായത് നമ്മളൊക്കെ മാധ്യമപ്രവർത്തകരാണ്. നമ്മളിനി നമ്മൾ മാധ്യമങ്ങൾക്ക് നമ്മൾ ഓരോ കാര്യങ്ങളും ഇനി സെൻസർഷിപ്പിലൂടെ എഴുതേണ്ടി വരുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ ഒരു പേടി കൂടിയുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ തന്നെ ഇന്ന് സിനിമയാണെങ്കിൽ നാളെ നമ്മളെയൊക്കെ ഭരിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങളെത്തും. ഇവിടെ രാഷ്ട്രീയ പാർട്ടിയുടെ കാര്യം ഒന്നും പറയുന്നില്ല നമ്മൾ, പക്ഷേ വടിയെടുക്കേണ്ട സമയത്ത് വടിയെടുത്തേ മതിയാകൂ. ഇവിടെ ഇപ്പോഴും കേന്ദ്ര സർക്കാർ ഇതിനകത്ത് ഇപ്പോഴെങ്കിലും ഇടപെട്ട് നിലയ്ക്ക്, കാരണം ഇതിനകത്ത് നമുക്കറിയാം ഇത് ബേസിക്ലെസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. ഈ ഒരു പേരിൻ്റെ പേരിലൊക്കെ നമ്മൾ അത് അത്രയും ചിന്തിക്കുന്നെങ്കിൽ ഇപ്പോൾ ഒരു ടോപ്പിക് ആക്കിയപ്പോൾ ഇനി ആൾക്കാർ അങ്ങനെ ആയിപ്പോവും. അങ്ങനെ അതൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഇനിയും കൃത്യമായിട്ട് ഇടപെട്ടില്ല എങ്കിൽ അത് വലിയൊരു വിഷയമാണ്. നമുക്കൊരു സിനിമ ഇറക്കാൻ പറ്റാത്ത രീതിയിൽ ഒന്നും മനസ്സിലാക്കുക. ഒന്നാമത്തെ കേരളത്തിൽ ഇൻവെസ്റ്റർമാർ വരാത്തതിൻ്റെ കാരണം കേരളം ഭരിക്കുന്ന ഭരണവിരുദ്ധ വികാരം ഉള്ളത് കൊണ്ടും, അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഇവിടുത്തെ സാഹചര്യങ്ങൾ അങ്ങനെ അല്ല എന്നുള്ളതുകൊണ്ടും കൂടിയാണ് അങ്ങനെ വരുന്നത്. ഇനിയിപ്പോൾ സിനിമ എടുക്കാൻ പോലും, അല്ലെങ്കിൽ സിനിമയ്ക്ക് വേണ്ടി ഒരു ബിസിനസ് വരാത്ത രീതിയിൽ ആ രീതിയിലും കൂടെ ഇനി കേരളം നശിച്ചു പോകുന്നുള്ളൊരു പേടി കൂടിയുണ്ട്. നമുക്കറിയാം മലയാള സിനിമയുടെ പ്രശസ്തിയെ പറ്റി നമ്മൾ പണം കൊണ്ടൊന്നും അല്ല നമ്മൾ കൈകാര്യം ചെയ്തത്, നമ്മൾ ആശയം കൊണ്ട് വിജയിച്ചവരാണ്. മറ്റ് ഇത്രയേറെ ഭാഷകൾ ഇന്ത്യയിൽ ഉണ്ടായിട്ട് പോലും എന്തുകൊണ്ട് മലയാളം അതിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നു എന്നത് നമ്മുടെ രീതികൾ, നമുക്ക് ഒരിക്കലും കത്രികയിട്ട് നമുക്ക് മുറിച്ച് കളയേണ്ടി വന്നിട്ടില്ല ഒരു സിനിമയോ. അതുപോലെ തന്നെ ആളുകൾ അത് സിനിമയായിട്ട് തന്നെ കാണുകയും ചെയ്യും.
ഇവിടെ അതുകൊണ്ടാണ് പറയുന്നത് ഇനിയും ഇതിങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമായിട്ട് മാറും. ഇതിനകത്ത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിലയ്ക്ക് നിർത്തേണ്ട ചുമതല കേന്ദ്ര സർക്കാരിനടക്കമുണ്ട് ഇവരെ. കാരണം ഇങ്ങനത്തെ ഇതൊക്കെ ആരെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയാണെന്നറിയില്ല ഈ ബോർഡ് മെമ്പർമാരിങ്ങനെ ചെയ്യുന്നത്. പക്ഷേ ഇതൊന്നുമല്ല ശരിയെന്ന് പറയാനുള്ള ആർജവം കേന്ദ്ര സർക്കാരിന് ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്.